നമസ്തേ, നമസ്കാരം. പിട്ടാപ്പള്ളി ഏജൻസീസ് ജനസഭയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക മലയാളികൾ ആവേശത്തോടെ ഉറ്റുനോക്കുന്ന മത്സരത്തിനാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ഇരിങ്ങാലക്കുടയിലാണ് ഇന്ന് ജനസഭ ചേരുന്നത്. തൃശ്ശൂരിൻ്റെ പൊതുചിത്രം ഇവിടെ ജനവിധി തേടുന്നത്, UDF സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള കെ മുരളീധരനാണ്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻ മന്ത്രിയും CPI നേതാവുമായ ശ്രീ സുനിൽകുമാറാണ്. NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രശസ്ത ചലച്ചിത്ര താരം, അതുപോലെ സാമൂഹിക പ്രവർത്തകനൊക്കെയായ ശ്രീ സുരേഷ് ഗോപിയാണ്. വാശിയേറിയ ത്രികോണ മത്സരത്തിനാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. ആ വീറും വാശിയും ഇന്നത്തെ ജനസഭയിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത്. ഇന്ന് 3 മുന്നണികളുടെയും പ്രതിനിധികൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കാൻ ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് CPI നേതാവ് ശ്രീ TK സുധീഷാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. UDFനെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ ആൻഡോ പെരുമ്പുള്ളിയാണ്. അദ്ദേഹത്തെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. BJPയുടെ ജില്ലാ അധ്യക്ഷൻ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. KK അനീഷ് കുമാറിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും, ഇവിടെ സന്നിഹിതരായിട്ടിരിക്കുന്ന എല്ലാ വോട്ടർമാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ 2 മാസം മുമ്പ് ഇതേ വേദിയിൽ ജനസഭ നടത്തിയിരുന്നു. അന്ന് കരുവന്നൂരായിരുന്നു വിഷയം. ശ്രീ അനീഷ് കുമാർ അടക്കം പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഈ സദസ്സിൽ നമ്മുടെ ദേവസി ചേട്ടനെ കാണുന്നുണ്ട്. അന്ന് ദേവസി ചേട്ടൻ്റെ വിലാപം അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ വൈറലായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ കണ്ണീരുണങ്ങിയോ എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. ദേവസി ചേട്ടാ, നമസ്കാരം. എന്തായാലും കരുവന്നൂരിൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. നിക്ഷേപിച്ചത് വല്ലതും തിരിച്ചു കിട്ടിയോ? നിക്ഷേപിച്ചത് തരാമെന്ന് പറഞ്ഞു, പക്ഷെ തന്നില്ല. വാക്ക് പാലിക്കുന്ന സ്വഭാവം ഒരു കിട്ടില്ല. ഞാനൊന്ന് ചോദിക്കുന്നൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നാട് നന്നാക്കാൻ നടക്കുന്ന ഈ ആൾക്കാർ, ഈ കരുവന്നൂർ സൊസൈറ്റിയിൽ 5-10 ആൾക്കാർ പട്ടിണിയാവുന്ന ചത്തുപോയി. അവിടെ പൈസ തിരിച്ചു കൊടുത്തിട്ട് നാട് നന്നാക്കാൻ നടന്നാൽ പോരെ? ഞാൻ 80 വയസ്സായ മനുഷ്യനാണ്. മാപ്രാണത്ത് പെട്ടിവണ്ടി ഓടിക്കുകയാണ്. എൻ്റെ ഭാര്യയും ഞാനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ 30 ലക്ഷം രൂപ കരുവന്നൂർ സൊസൈറ്റിയിലുണ്ടായിരുന്നു. CPIൻ്റെ വലിയ വലിയ ലീഡർമാരുടെ കൈയും കാലും പിടിച്ചിട്ട് എനിക്ക് ഭാര്യയുടെ ചികിത്സയ്ക്ക് പൈസ കുറച്ച് പൈസ തരാൻ തയ്യാറല്ല. അവസാനം പട്ടിയാവുന്ന ആൾ ചത്ത്. എല്ലാവർക്കും ഇതറിയാവുന്നൊരു വിഷയം. എനിക്ക് ചോദിക്കാനൊറ്റ ചോദ്യം, നിങ്ങൾ നാട് നന്നാക്കാൻ നടക്കുന്ന ആൾക്കാർ എന്ത് നാട് നന്നാക്കാനും നിങ്ങൾ ജയിച്ചു വന്നാൽ എന്താ ചെയ്യാൻ പോകുന്നത്? ജനങ്ങളുടെ പൈസ എങ്ങനെ പോയി? ജനങ്ങളുടെ പൈസ എന്തുകൊണ്ട് കിട്ടുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല? ഇതിന് പറഞ്ഞ ഉത്തരം പറയാനുണ്ടോ? ജനങ്ങളുടെ പൈസ തിരിച്ചു കൊടുക്കുക. അത് കൊടുത്ത് കണ്ട് പിന്നെ വർത്താനം പറയാം. വോട്ട് ചോദിക്കാൻ വരുന്നുണ്ട്, വല്ല നാണുണ്ടോ? സാറേ, എനിക്ക് ഇനി പറയാനുണ്ട്. യെസ്, എന്തായാലും ശ്രീ സുധീഷ്, താങ്കളോട് തന്നെയാണ് ചോദ്യം. ഈ തൃശ്ശൂർ ലോക്സഭാ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കരുവന്നൂർ മാറ്റി നിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്. കാരണം വഞ്ചിക്കപ്പെട്ട വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടതാണ് 2 മാസം മുമ്പ്. അന്ന് ഇടതുമുന്നണിയുടെ പ്രതിനിധി ഞങ്ങളുടെ ഈ ജനസഭയിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഇന്നും ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വോട്ട് തേടുന്നത്? മറുപടി. ജനം TV ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു കരുവന്നൂർ വിഷയത്തിൽ നിന്നായിരിക്കും ഈ ചർച്ച ആരംഭിക്കുക എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കരുവന്നൂർ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മറ്റെല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കരുവന്നൂർ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇത്രയും വലിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ചർച്ച ആരംഭിക്കുന്നതിൻ്റെ ഗൂഢ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു ഗൂഢോദ്ദേശമില്ല.
അതൊക്കെ ഞങ്ങൾക്ക് ഞാൻ വളരെ നന്നായിട്ട് അറിയാം. യാദൃശ്യമായി പ്രത്യേകിച്ചും അദ്ദേഹത്തെ ഒരു കണ്ടുമുട്ടിയത്. ഇര എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ വിളിച്ചിരുത്തി അല്ലേ അദ്ദേഹം ഇരയല്ലേ? നമ്മുടെ ഈ ചർച്ച ആ രീതിയിൽ ആരംഭിക്കുന്നത് തന്നെ ഒരു ശരിയായിട്ടുള്ള നടപടിയല്ല എന്നുള്ളതാണ് LDF പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അല്ലെ ശ്രീ സൂചിപ്പിക്കാനുള്ളത്. സുധീഷ്, അങ്ങനെയാണ് ഞാൻ എന്ത് കരുവന്നൂർ ചോദിക്കണം? ബാങ്കിന്റെ വിഷയത്തിൽ എന്ത് ചോദിക്കണമായിരുന്നു? കരുവന്നൂർ ബാങ്കിന്റെ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശരിയായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും മറച്ചു വച്ചിട്ടില്ല. അവിടെ ക്രമക്കേട് നടത്തിയ ആളുകൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് നടപടിയാ സ്വീകരിച്ചത്? അതൊന്ന് പറഞ്ഞു. ഇപ്പോഴും പാർട്ടിയിലാണ്, പാർട്ടി സംരക്ഷണയിലാണ്. ആ പറയുന്നതിലൊന്നും യാതൊരു വസ്തുതയില്ല. പിന്നല്ലാതെ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ചു. ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ച് ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് ഇപ്പോൾ ആ പ്രതിസന്ധികളെയെല്ലാം തന്നെ ചരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വരുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ 12 മാസക്കാലത്തിനിടയിൽ 110 കോടി രൂപ നിക്ഷേപകർക്ക് തിരിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് കരുവന്നൂർ ബാങ്ക് തയ്യാറായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല 82 കോടി ഉറുപ്പിക ഈ കുടിശ്ശികക്കാരിൽ നിന്നും പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കരുവന്നൂർ ബാങ്ക് ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് മാത്രവുമല്ല കൊള്ളയടിച്ച പണം എങ്ങോട്ട് പോയി എന്നുള്ളത് അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണവും കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അവിടെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. വിജിലൻസ് അന്വേഷണത്തിനും അതുപോലെ തന്നെ ഗവൺമെന്റ് സഹകരണ ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരമുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള മുൻകൈ എടുത്തത് ആരാണ്? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെയല്ലേ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഗവൺമെന്റ് തന്നെ മുൻകൈ കൂവിയിട്ട് നിങ്ങൾ കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ഈ ആരോപണം ഉയർന്നു വന്ന സന്ദർഭത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് അവിടുത്തെ ആ ഡയറക്ട് ബോർഡ് തന്നെയാണ് പോലീസിൽ പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് അവിടെ FIR ഇടുന്ന സംവിധാനം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കരുവന്നൂർ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റോ അവിടുത്തെ ഡയറക്ട് ബോർഡോ മുന്നണിയോ ഒളിച്ചോടുന്ന യാതൊരുവിധ സമീപനവും സ്വീകരിച്ചിട്ടില്ല. നടപടി സ്വീകരിച്ചോ എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ ഈ ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് അവരുടെ നിക്ഷേപ തുക തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവിടെ ന്യായമായി കൊടുക്കണ്ട. അതായത് അവിടുത്തെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വന്നതിന് ശേഷം ന്യായമായി കൊടുക്കാവുന്ന തുകകൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇല്ല എന്നുള്ളത് അദ്ദേഹം നിഷേധിക്കട്ടെ. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ന്യായമായിട്ടുള്ള സംഖ്യ അവിടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കരുവന്നൂർ ബാങ്ക് തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഓക്കെ, കരുവന്നൂർ മാത്രമല്ല, കണ്ടല ബാങ്ക്, അവിടെ CPI നേതാവ് ബാസുരാങ്ക ഇപ്പോഴും ജയിലിൽ കിടക്കുക. മാത്രമല്ല കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക്, നിങ്ങൾ ഭരിക്കുന്ന ബാങ്കുകളിലൊക്കെ ഇതാണല്ലോ. ഞങ്ങൾ ഭരിക്കുന്ന ബാങ്കുകൾ ഇതാണ് എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം. പിന്നല്ലാതെ ഈ കേരളത്തിൽ സഹകരണ ഡിപ്പാർട്ട്മെന്റ് തന്നെ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഈ സഹകരണ ബാങ്കുകൾ ഏകദേശം 16,000 ചില്ലാനം ബാങ്കുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആ ബാങ്കുകളിൽ നടന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ 274 ബാങ്കുകളുണ്ട്. ആ 274 ബാങ്കുകളിൽ 203 ബാങ്കുകളും കോൺഗ്രസ് നയിക്കുന്ന ബാങ്കുകളാണ്. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ 10-20ഓളം ബാങ്കുകൾ മാത്രമാണ് BJP നേതൃത്വത്തിലുള്ള ബാങ്കുകളുള്ളത്. ആ 10-20 ബാങ്കുകളിൽ 7 ബാങ്കുകൾ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ആറാട്ടുപുഴ ബാങ്ക്, അവിടെ വ്യാജ സ്വർണം വെച്ചിട്ട് തട്ടിപ്പ് നടത്തിയതിൻ്റെ കഥകളെല്ലാം തന്നെയുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് മുഗു ബാങ്ക്, ആ മുഗു ബാങ്കിൽ തട്ടിപ്പ് നടത്തിയതിന് 37 കോടി രൂപയാണ് അവിടെ വായ്പാ തട്ടിപ്പ് അവിടെ നടത്തിയിട്ടുള്ളത്. കാസർഗോഡ് മുഗു ബാങ്കിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ബാങ്കുകൾ മാത്രമാണ് BJPക്ക് ഭരിക്കുവാനായിട്ട് അവസരം കിട്ടിയിട്ടുള്ളൂ. ആ ബാങ്കുകളിൽ പോലും ഇത്രയും കൂടുതൽ തട്ടിപ്പ് നടത്തുന്ന സമീപനമാണ് BJPയുടെ ഭരണ നേതൃത്വം ഈ ബാങ്കുകളിലെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, കരുവന്നൂരും കണ്ടലയും പോലെ അതൊന്നും ചർച്ച ചെയ്യപ്പെടണില്ലല്ലോ. അത് മാധ്യമങ്ങളുടെ അജണ്ടയാണ്. അത് ജനം പോലുള്ള TV ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്ത് കേരളത്തിലും, അത് നിങ്ങൾക്ക് ചില അജണ്ടകൾ, ഇടതുപക്ഷത്തിന്റെ ചാനലാണ്. ഇടതുപക്ഷത്തിന്റെ ചാനലാണ്. അത് വലിയ ചർച്ചയാക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ചാനലാണ്. ഇടതുപക്ഷത്തിന്റെ ചാനലാണ്. ഇടതുപക്ഷത്തിന്റെ ചാനലാണ്. ഇടതുപക്ഷത്തിന്റെ ചാനലാണ്. ഇടതുപക്ഷത്തിന്റെ ചാനലാണ്. ഇടതുപക്ഷത്തിന്റെ ചാനലാണ്. ഇടതുപക്ഷത്തിന്റെ
പുത്തൂർ ബാങ്കില്ലേ, CPM-ന്റെ ചാനലായിട്ടുള്ള കൈരളി പോലും ഇതൊന്നും പറയുന്നില്ലല്ലോ, ഞാൻ അല്ല, ഇവിടെ കണ്ടിട്ടില്ല. കൈരളിയൊക്കെ പറയുന്നുണ്ട്, കൈരളിയും അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ മാതൃഭൂമിയും മലയാള മനോരമയും ജനവും അതുപോലെ തന്നെ ജന്മഭൂമിയും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ വക വിഷയങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണത്. യെസ് ശ്രീ ആന്റോ, ഇപ്പോൾ കരുവന്നൂരിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ കരുവന്നൂരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളും സമാനമായ രീതിയിൽ കൊള്ളയടിച്ച് പോയിട്ടുണ്ടെന്നാണ് അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ശരിയാണോ അത്? പറഞ്ഞോളൂ. ഈ കരുവന്നൂർ വിഷയം പറയുമ്പോൾ ഞാനൊരു കരുവന്നൂർകാരനാണ്. മാത്രമല്ല എൻ്റെ 20ാമത്തെ വയസ്സിൽ ഈ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലൊരു ടേം ഡയറക്ടറായ ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഡയറക്ടറാവാൻ 44 വർഷം മുമ്പ് ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ആ ബാങ്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലും തൃശ്ശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലായിട്ട് 150ഓളം പ്രഭാഷണങ്ങൾ നടത്താൻ ഒരു അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. മാത്രവുമല്ല, അവിടെ നടന്ന ഏകദേശം 100ഓളം സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കഴിഞ്ഞ ഒരാളാണ്. ഞാനത് നടത്തിയത്, എൻ്റെ പ്രസ്ഥാനവും നടത്തിയത് മറ്റൊന്നുകൊണ്ടല്ല. ഞാൻ എൻ്റെ പാർട്ടിയുടെയും മുന്നണിയുടെയും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ മിക്കവാറും സ്ഥലങ്ങളിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരു പൊതുപ്രവർത്തകൻ ജനിച്ചു വളർന്ന നാട്ടിൽ തൊട്ട് പരിസരത്ത് എൻ്റെ വീട്. എൻ്റെ നാട്ടുകാരും അയൽ നാട്ടുകാരും ചതിക്കപ്പെടുന്നു. അത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉളവാക്കിയൊരു സംഭവമാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ സമരം നടന്ന സമയത്ത് നമുക്കറിയാം കോവിഡിൻ്റെ കാലഘട്ടമാണ്. ആ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ സമരം നടത്തുമ്പോൾ ഏറ്റവും പരമാവധി 10 പേരിൽ താഴെയായിരിക്കണം എന്നാണ് പോലീസ് നമുക്ക് തന്ന നിർദ്ദേശം. അതൊക്കെ പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് സമരം നടത്തിയത്. പക്ഷേ കോവിഡും കഴിഞ്ഞു. പച്ചയ്ക്ക് പറഞ്ഞാൽ പശുവും ചത്തും മോരിൻ്റെ പുളിയും പോയതിനു ശേഷം ഇവിടെ ഇരിങ്ങാലക്കുട പോലീസ് അന്ന് രജിസ്റ്റർ ചെയ്ത ഫയലുകളൊക്കെ DGP ഓഫീസിലേക്ക് വിളിപ്പിച്ച് ദുരന്ത നിവാരണ ആക്ട് കൂട്ടിച്ചേർത്ത് ഡസൻ കണക്കിന് കേസുകളാണ് ഞാനും അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരുടെ പേരിലെടുത്തത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫൈൻ, ഞാൻ ആ സംഖ്യ വെളിപ്പെടുത്തുന്നില്ല, ഓരോ കേസിലും ഇൻഡിവിജ്വലായിട്ട് 1900, 1700 അങ്ങനെ എന്തായിരുന്നാലും ഞാൻ ഓർമ്മയിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ ഒരു 10,60,000 രൂപ ഇൻഡിവിജ്വലായിട്ട് ഫൈൻ ചെയ്ത ഒരാളാണ് ഞാൻ. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യം, ഞാനിത് പറഞ്ഞു മറന്നുപോയ കുറേ കാര്യങ്ങൾ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. കാരണം സുധീഷ് എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. വലിയ പ്രായത്തിന് വ്യത്യാസമില്ല. ഞങ്ങൾ ഒരിക്കലും ഒരു മുന്നണിയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. അവിടുത്തെ ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 13 ഡയറക്ടർമാരാണ്. 9 CPM-കാരും സുധീഷ് പ്രതിദാനം ചെയ്യുന്ന CPI-യുടെ 4 പേര്, അങ്ങനെ 9 4 13 പേരാണ്. ഇവരൊക്കെ ഒരു 67 ദിവസം അകത്ത് കിടന്നു എന്നല്ലാതെ എന്തു ചെയ്തു എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഒന്നും അദ്ദേഹം പറഞ്ഞു 105 കോടി ഉറുപ്പിക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വന്നിട്ട് തിരിച്ചു കൊടുത്തു. തികച്ചും അവാസ്തവം. കാരണം ഈ ബാങ്കിൽ പ്രശ്നം നടന്ന് ഞങ്ങളൊക്കെ അത് മണത്തറിഞ്ഞ് സമരം ചെയ്യുന്ന സമയത്ത് ആളുകളൊക്കെ ഭയപ്പാടോടെ, കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈടായിട്ട് ആധാരം കൊടുത്തിട്ടുള്ള ആളുകൾ, അത് കുറച്ച് പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ജെനുവിനായിട്ടുള്ള ലോൺ, അതുപോലെ വലിയ എമൗണ്ടിന് ഗോൾഡ് ലോൺ ഉണ്ടായിരുന്നു. ആളുകൾ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പണമില്ലെങ്കിൽ പോലും അവരുടെ ബന്ധുമിത്രാദികൾ പണം കൊടുത്ത് എന്താണ് ഈ ആധാരത്തുമ്മ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് അറിയില്ലല്ലോ, ജീവനും കൊണ്ട് ജെനുവിനായിട്ടുള്ള ലോണൊക്കെ ഇടിപ്പിച്ചു. അതുപോലെ തന്നെ ഈ സ്വർണ്ണ പണയം വെച്ചതൊക്കെ എടുത്തു കാലാവധി ആവുന്നേക്കാൾ മുമ്പ്. അങ്ങനെയാണ് ഏകദേശം 50% പൈസ ഈ പറഞ്ഞ 105-ൽ ഒരു 10-75 കോടി ഉറുപ്പ്യ അങ്ങനെ വന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഒന്നും ചെയ്തിട്ടല്ല. പിന്നെ ഞാൻ വിനയപ്രശ്നം ചോദിക്കുക, ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്.
പക്ഷെ സുധീഷ് ഒരു കാര്യം പറയേണ്ടതായിരുന്നു. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM-നെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ രക്ഷപ്പെട്ടു പോയത് CPI ആണ്. ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന VS സുനിൽകുമാറിൻ്റെ പാർട്ടിയാണ്. പലർക്കും അറിയില്ല, കരുവന്നൂരുള്ളവർക്ക് അറിയാം ഇവരുടെ 4 പേരുണ്ടെന്നുള്ളത്. പക്ഷേ ഇത്രയും വലിയ സമരം നേരത്തെ ഇവിടെ ദേവസ്യേട്ടൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫിലോമിന മരണപ്പെട്ടു ചികിത്സ ലഭിക്കാതെ. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അവിടെ തൃശ്ശൂരിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുമ്പോൾ അവിടെ ഇറക്കി വെച്ച് ഇവരുടെ നിർബന്ധത്തിന് വിധേയമായിട്ട് ഞങ്ങളൊന്ന് സഹകരിച്ചു. എന്തെല്ലാം പുലിവാലിയ കേസ് ഫൈന ഞങ്ങളെ കൊണ്ടിരിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ്. ഇത്തരം പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ സുനിൽകുമാർ ഇങ്ങനെ കേരളം കണ്ടതിൽ വെച്ച് സഹകരണ രംഗത്തെ ഏറ്റവും വലിയ കൊള്ള 400 കോടി ഉറുപ്പികയിലധികം കൊള്ള നടന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട CPM-ന്റെ നേതാക്കളും CPI-യുടെ നേതാക്കളും ഇത് അടിച്ചു മാറ്റിയപ്പോൾ അവിടെ നിന്നൊന്ന് വന്ന് എന്ത് സംഭവമാണ് ഇവിടെ നടക്കുന്നതെന്നൊന്ന് അന്വേഷിച്ചു പോകാൻ ഒരു ആശ്വാസവാക്ക് പറയാൻ അവിടെ പ്രസൻസിൽ ഞാൻ ഒരിക്കലും ആ സമരത്തിൽ ഉറച്ചു നിന്ന ഒരാൾ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി UDF-ന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരാൾ എന്നുള്ള നിലയിൽ ഒരു തവണ പോലും ഈ പാർട്ടിക്കാരെ, ഈ സുനിൽകുമാറിനെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഓക്കെ ശ്രീ അനീഷ്, കരുവന്നൂർ മറന്നുകൊണ്ട് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുമോ തോന്നുന്നുണ്ടോ? നമുക്ക് അങ്ങ് പെട്ടെന്ന് വിസ്മരിക്കാൻ പറ്റുമോ? മറ്റ് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിവാദമായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഇരിങ്ങാലക്കുടയിൽ ജനസഭ നടത്തുമ്പോൾ അങ്ങനെ കരുവന്നൂർ വിസ്മരിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ കരുവന്നൂരിനെ വിസ്മരിച്ചുകൊണ്ട് എങ്ങനെയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകേണ്ട ഒരു കാര്യം അത് കരുവന്നൂർ തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിപ്പോൾ സസ്നേഹം സിനിമയിൽ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറയുന്ന പോലെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി കരുവന്നൂർ മിണ്ടരുത്. പോളണ്ട് മാത്രമല്ല, പുഷ്പനെ കുറിച്ച് പോലും ഒരു അക്ഷരം. പുഷ്പനെ കുറിച്ച് ഇപ്പം മിണ്ടാൻ പാടില്ല. പുഷ്പന്റെ അനിയൻ BJP ചേർന്നു. അപ്പോ ഈ കരുവന്നൂര് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് ഈ ഇരിങ്ങാലക്കുടയിൽ മാത്രമല്ല, ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിതമായിട്ടുള്ള മണി ലൂട്ടിംഗ് നടത്തുന്നത്, ജനങ്ങളെ വഞ്ചിക്കുന്നത്? ഇത് ചർച്ച ചെയ്യപ്പെടണ്ടേ? ഇത് ചർച്ച ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക? ഇത് സാധാരണ പ്രവർത്തകരല്ല, പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ തീവെട്ടി കൊള്ള ഈ കരുവന്നൂർ ബാങ്കിൽ നടന്നിട്ടുള്ളത്. ഇപ്പൊ പാർട്ടി നടപടി സ്വീകരിച്ചു എന്നാ പറയുന്നത്. ഒരു 6 മാസമായതുകൊണ്ട് അരവിന്ദാക്ഷൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായിട്ട് ഈ കോടികൾ കട്ടുകൊണ്ടുപോയ ഒരു കാട്ടുകള്ളൻ ജയിലിൽ കിടക്കുക. ഇപ്പോഴും CPM-ന്റെ കൗൺസിലറാണ്. എന്ത് നടപടി സ്വീകരിച്ചു? മിനിമം ജയിലിൽ കിടക്കുന്ന ആ വ്യക്തിക്കെതിരെയെങ്കിലും എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കണ്ടേ? ഇപ്പൊ AC മൊയ്തീൻ അദ്ദേഹത്തിന് 28 ലക്ഷം രൂപ ജപ്തി ചെയ്തു. ആ ജപ്തിക്കെതിരായി സുപ്രീം കോടതിയിൽ പോയതാരാ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോയത്. സുപ്രീം കോടതിയിൽ ഒരു കേസ് നടത്തണമെങ്കിൽ എത്ര ലക്ഷം ചെലവാക്കണം? എന്നിട്ട് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ആ ഫയൽ എടുത്ത് കൊട്ടയിലേക്ക് ഇട്ടു. എന്താ? ഇദ്ദേഹത്തിന് കൃത്യമായ പങ്കുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് AC മൊയ്തീന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയത്. ആ ജപ്തി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി സമ്മതിച്ചില്ല. അപ്പോൾ ഇത് പച്ചയ്ക്ക് എന്തൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ 100 കോടി കേരള ബാങ്കിൽ നിന്ന് കിട്ടി, 80 കോടി പിരിഞ്ഞു കിട്ടി, അപ്പൊ 180 കോടിയായി. ഇവർ ഇത്രയും കാലം പറഞ്ഞത് ആകെ 80 കോടിയുടെ പ്രശ്നമുള്ളൂ എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 180 കോടി കിട്ടിയാൽ ഇവിടെ ഇനി ഒരാൾക്കും പൈസ തിരിച്ചു കിട്ടാനുണ്ടാവില്ല, എല്ലാവർക്കും പൈസ തിരിച്ചു കിട്ടിയിരിക്കും. ഇപ്പൊ ലോനപ്പേട്ടൻ പണം കിട്ടാനുള്ള രേഖയുമായി വരുമ്പോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയും അങ്ങനെയൊന്നുമില്ല, പൈസ കിട്ടാനില്ല. പൈസ കിട്ടാനുള്ള ആള് തെളിവുമായിട്ട് വരുമ്പോ പോലും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയാ പണം കൊടുക്കാനില്ല. അത് CPM ആയിട്ട് തീരുമാനിക്കുകയാണ്, പണം കൊടുക്കാനില്ല. CPM പറഞ്ഞ പിന്നെ അതിന് മേലെ അപ്പീലില്ല. ലോനപ്പെട്ട നിങ്ങൾ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. പണം കിട്ടാനില്ല എന്ന് CPM പറഞ്ഞാൽ പണം കിട്ടാനില്ല, മനസ്സിലായോ? നാളെ ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തല പോലും കാണില്ല. VB ചെറിയാൻ ഒരു അഭിമുഖത്തിലിരുന്ന് പറഞ്ഞ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം വളരെ വൈറലാണ്. VB ചെറിയാൻ പറഞ്ഞു, CPM-നെ കുറിച്ച് വലിയ നേതാവായിരുന്നു CPM-ന്റെ. അദ്ദേഹം പറഞ്ഞു, പാർട്ടി ഓഫീസിൽ ഒരു സ്ത്രീ വന്ന് പരാതി പറഞ്ഞു, എന്നെ സഖാവ്
പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. അതാണ് പരാതി. അപ്പോൾ പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ചു. അങ്ങനെ പാർട്ടി അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചു, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അവിടെ അവർ ഗർഭിണിയല്ല. ഇതാണ് പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. അങ്ങനെ 10 മാസം കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടൊന്നും ഗർഭിണിക്ക് അറിയില്ലല്ലോ. 10 മാസം കഴിഞ്ഞപ്പോൾ അവർ പ്രസവിച്ചപ്പോൾ പാർട്ടി യോഗം കൂടി. പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെതിരായി പ്രസവിച്ച ആ വനിതയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതാണ് പാർട്ടി, ഇതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല. ഇത് VB ചെറിയാൻ എന്ന് പറയുന്ന സഖാവ് ചാനലിൽ ഇരുന്ന് പറഞ്ഞ കഥയാണ്. ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ ആക്ഷേപം ഉണ്ടെങ്കിൽ ഇന്ന് വരെ ഇതിനെക്കുറിച്ച് ഒരു കേസ് കൊടുത്തിട്ടില്ല. പബ്ലിക് ഡൊമൈനിൽ ഇത് അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രീതി. അവരെന്ത് പറഞ്ഞാലും അതാണ് ശരി. അവർക്ക് എന്തും പറയാം, മറ്റുള്ളവരെ ഒന്നും പറയാൻ പാടില്ല. ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി. ഇതാണ് കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്. ഇവിടെ കരുവന്നൂരിൽ ഒരു തട്ടിപ്പൊക്കെ നടത്താൻ വേണ്ടി, ആ തട്ടിപ്പുകാരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി. അങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ സമയത്താണ് നേതാക്കന്മാർക്ക് സംരക്ഷണ കവചം ഒരുക്കാൻ വേണ്ടി ഇപ്പൊ കുറെ പണമൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് കുറച്ച് ആളുകൾക്ക് വിതരണം ചെയ്തത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തരികട മാത്രമാണ്. ഇതുകൊണ്ടൊന്നും പ്രശ്നം തരില്ല. നിങ്ങൾ കട്ടുകൊണ്ടുപോയ പണം, നിങ്ങളുടെ നേതാക്കന്മാര് മോഷ്ടിച്ച് കൊണ്ടുപോയ പണം, ആ പണം ഇവിടെ തിരികെ എത്തണം. അത് തിരികെ എത്തിക്കുന്നത് വരെയാണ് BJPയുടെ നിയമ പോരാട്ടം. ഒരു സംശയവും വേണ്ട. അതിന് പദയാത്ര നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ 3 കേസാ ചാർജ് ചെയ്തു. 3 കേസ്. കാരണം എന്താ? പണം, പാവപ്പെട്ടവന് പണം തിരിച്ചു കിട്ടണം എന്ന് ആവശ്യപ്പെട്ട ഒരു പദയാത്ര നടത്തിയതിന് 3 കേസ് സുരേഷ് ഗോപിയുടെ പേരിൽ. ഞാൻ ഉൾപ്പെടെയുള്ള BJP പ്രവർത്തകർ 500 പേർക്കെതിരെ കേസാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് നയം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കരുവന്നൂർ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് ചർച്ച ചെയ്യും. ഇത് മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സുനിൽകുമാർ, അദ്ദേഹം ഈ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നല്ലോ. 3 പേര് ഇവിടെ ആത്മഹത്യ ചെയ്തു. 2 പേര് ചികിത്സ കിട്ടാതെ മരിച്ചു. നിരവധി ആളുകൾ അത്രയധികം കഷ്ടപ്പെടുന്നു. പെൺമക്കളുടെ കല്യാണം നടത്താൻ ഗതിയില്ലാതെ, വീട് പണിയാൻ ഗതിയില്ലാതെ എത്രയെത്ര ആളുകൾ. ഈ സുനിൽകുമാർ എവിടെയായിരുന്നു? ഈ ആത്മഹത്യ ചെയ്ത മുകുന്ദേട്ടന്റെ വീട്ടിൽ പോയോ? ജോസേട്ടന്റെ വീട്ടിൽ പോയോ? ചികിത്സ കിട്ടാതെ മരിച്ച ശശിയേട്ടന്റെ വീട്ടിലൊന്ന് പോകാൻ തയ്യാറായോ? രാമേട്ടന്റെ വീട്ടിലൊന്ന് പോകാൻ തയ്യാറായോ? ജനങ്ങളെ അഭിമുഖീകരിച്ച് വോട്ട് തേടി വരുന്നുണ്ടല്ലോ സുനിൽകുമാർ. നിങ്ങൾ ചോദിക്കണം, കരുവന്നൂരിൽ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട്, ഇത്രയും ആളുകൾ മരിച്ചിട്ട് സുനിൽകുമാർ എന്തു ചെയ്തു? ഈ കാട്ടുകള്ളന്മാർക്കെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം ഉരിയാടാൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇതുവരെ തയ്യാറായോ? അദ്ദേഹം ഈ കാട്ടുകള്ളന്മാർക്ക് കുടപിടിക്കുകയായിരുന്നു, അവരെ സംരക്ഷിക്കുകയായിരുന്നു. സുനിൽകുമാർ ഇരകൾക്കൊപ്പമായിരുന്നില്ല, വേട്ടക്കാർക്കൊപ്പമായിരുന്നു. ഇന്നും വേട്ടക്കാർക്കൊപ്പമാണ്. ഇന്ന് ഈ നിമിഷം വരെ ഒരക്ഷരം കരുവന്നൂരിലെ കൊള്ളക്കാർക്കെതിരെ സംരക്ഷിക്കാൻ തയ്യാറായിട്ടില്ല ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. അതിനുള്ള തിരിച്ചടി ഈ ഇരിങ്ങാലക്കുടയിലെ കരുവന്നൂരിലെ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, കരുവന്നൂരിൽ തുടങ്ങിയതേ ഉള്ളൂ ജനസഭ. ഇനി കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. വോട്ടർമാർ അതിന് തയ്യാറായി നിൽക്കുകയാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഇരിങ്ങാലക്കുടയിലാണ് ജനസഭ പുരോഗമിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് പോകുന്നു വോട്ടർമാരുടെ. പ്ലീസ്. നമസ്കാരം. നമ്മളിവിടെ ജനസഭയുടെ ഈ വേദി നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടപ്പോൾ തോന്നിയത്, ഇവിടെ ആങ്കർ കഴിഞ്ഞ ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ 3 മാസങ്ങൾക്ക് മുൻപ് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു ചർച്ച നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആ രീതിയിലേക്ക് പോയിരിക്കുന്നത്. തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി, അത് പാർലമെന്റിലേക്ക് നടക്കേണ്ട തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണോ ചോദിക്കുന്നത്, അതോ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചാനൽ ചർച്ചയാണെന്ന് ഒരു തോന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ കരുവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ആ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കരുവന്നൂർ മാത്രമല്ല, ഈ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും ഈ രാജ്യത്തെ BJP കൊണ്ട് നടക്കുന്ന യുവജന വിരുദ്ധത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് പോകേണ്ടതാണ്. ഈ രാജ്യം നിങ്ങളെ ആരും കൂവിയിട്ട് കാര്യമില്ല. ആർക്ക് കൂവിയാലും
ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദ്യം. ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യം. നിങ്ങളിവിടെ പറയുന്നു ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട അഴിമതിയെ കുറിച്ച് പറയുന്നു. ഈ രാജ്യം ഇന്ന് കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് സുപ്രീം കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഈ രാജ്യത്ത് അഴിമതിയുടെ ഈ രാജ്യത്തെ വിറ്റുതുലയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ പണം കൈപ്പറ്റിയിട്ടുള്ളത് ഇന്ന് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. BJP അധികാരത്തിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ED വെച്ച് പേടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ CBI വെച്ച് പേടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലയ്ക്കുന്ന രീതിയിലുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കണക്കുകൾ മാത്രമല്ല, ഇനിയും കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. അത്തരത്തിൽ ഒരു കോർപ്പറേറ്റ് മൂലധനങ്ങളെ അടിച്ചെടുത്തുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്തെ വിറ്റുതുലയ്ക്കുന്ന സമീപനമായിരുന്നു BJP കാണിച്ചത്. അത് തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഉള്ള ചോദ്യമാണ് ഇവിടുത്തെ BJPയുടെ പ്രതിനിധി. അതാണ് നടപ്പാക്കുന്നതെന്നാണ് BJPയോട് ചോദിച്ചത്. BJPയുടെ പ്രതിനിധിയോടാണ് ചോദിച്ചത്, നിങ്ങളോടല്ല. മറുപടി അനീഷ്. ഈ ചോദ്യം ചോദിച്ച പ്രതിനിധി, നിങ്ങൾ ചോദിച്ച ചോദ്യം അതിന്റെ അർത്ഥം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇലക്ട്രൽ ബോണ്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് ഒരിക്കലും അഴിമതിയല്ല. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ബാങ്ക് മുഖാന്തരം സംഭാവന സ്വീകരിക്കുകയാണ്. അത് അഴിമതി ഇല്ലാതാക്കുക, കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള നടപടിയാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റിന് അസാമാന്യമായിട്ടുള്ള തൊലികെട്ടി തന്നെയാണ്. പറയട്ടെ, അഴിമതിയല്ല എന്ന് പറയാനായിട്ടുള്ള തൊലികെട്ടിയുണ്ടല്ലോ. അത് അസാമാന്യമായിട്ടുള്ള തൊലികെട്ടി. കോർപ്പറേറ്റുകളിൽ നിന്നും അവരെ ഭീഷണിപ്പെടുത്തി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. 19 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്. സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ പണം BJPക്ക് ലഭിക്കും. നിങ്ങളെ പോലെ 2 സീറ്റുള്ള പാർട്ടിയല്ല, ഈ മൂലക്കുള്ള പാർട്ടിയല്ല. നിങ്ങളെ കൊണ്ട് കാക്കാശിന്റെ ഗുണം ഈ രാജ്യത്ത് ഒരു മനുഷ്യനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പണവും കിട്ടില്ല. പക്ഷെ നിങ്ങളുടെ സഖ്യകക്ഷികളൊക്കെ പണം വാങ്ങിയിട്ടുണ്ട്. നിങ്ങള് ഇന്ത്യ മുന്നണിയിലെ ആൾക്കാരാണല്ലോ. 1400 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. 52 സീറ്റാണ് കോൺഗ്രസിന്, വെറും 52 സീറ്റ്. നിങ്ങൾക്ക് കിട്ടി 1400 കോടി. ഇനി സ്റ്റാലിൻ നിങ്ങളുടെ സഖ്യകക്ഷിയല്ലേ, 2 സീറ്റ് മത്സരിക്കുന്നില്ലേ തമിഴ്നാട്ടിൽ? സ്റ്റാലിൻ വാങ്ങി 1300 കോടി ഇലക്ട്രൽ ബോണ്ട്. ആദ്യം സ്റ്റാലിനെ തള്ളി പറയും, മനസ്സിലായോ? ഈ രാജ്യത്ത് നിങ്ങളൊഴികെ എല്ലാ പാർട്ടികളും ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങളെ കാശിന് കൊള്ളാത്തത് അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന സുധീഷ് പറയട്ടെ. സുധീഷ്. അല്ല, ഇവിടെ ആ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനസഭയാണോ അതോ കരുവന്നൂർ ബാങ്കിലേക്ക് നടക്കുന്ന സൊസൈറ്റി തെരഞ്ഞെടുപ്പിന്റെ ജനസഭയാണോ? ഇവിടെ ഈ ജനസഭ നയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചത് എന്നുള്ളത് ഖേദകരമായിട്ടുള്ള വസ്തുതയാണ്. ദേശീയ പ്രാധാന്യമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ടുള്ള ചോദ്യങ്ങൾ മുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ബോധപൂർവം തന്നെയാണ് കരുവന്നൂർ വിഷയം ആദ്യമായിട്ട് ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ബോധപൂർവം ശ്രീമാൻ അനിൽ നമ്പ്യാർ ശ്രമിച്ചതെന്ന് വേണം കരുതാനായിട്ട്. എന്തായാലും ആ ചോദ്യം ചോദിച്ചല്ലോ, അതിനിവിടെ വളരെ അഭിമാനപൂർവ്വമാണ് നമ്മുടെ അനീഷ് കുമാർ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് ഒരു അഴിമതിയും ഇല്ലാത്ത ഒന്നാണ് എന്ന്. ഇപ്പൊ ദേശീയ മാധ്യമങ്ങൾ ദ വയർ ഉൾപ്പെടെ വളരെ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു കൊട്ടേഷൻ സംഘം പോലെയാണ് ഈ കമ്പനികളെയെല്ലാം തന്നെ പേടിപ്പിച്ച് 6000 ചില്ലാനും കോടി രൂപ ഇവരുടെ ഖജനാവിലേക്ക്, BJPയുടെ ഖജനാവിലേക്ക് ഇവർ സ്വരുക്കൂട്ടിയത്. ED, CBI, ഇൻകം ടാക്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അന്വേഷണ ഏജൻസികളെ ഈ കമ്പനികളുടെ പട്ടികയിലേക്ക് വിട്ടിട്ട് അവരുടെ ഓഫീസുകളിലേക്ക് വിട്ടിട്ട് അങ്ങനെയാണ് പേടിപ്പിച്ചിട്ടാണ് അവരെ റെയ്ഡ് നടത്തി പേടിപ്പിച്ചിട്ടാണ് ഈ BJP ഇത്രമാത്രം പണം അവരുടെ ഖജനാവിലേക്ക് കുന്നുകൂട്ടിയിട്ടുള്ളത്. അത് പറയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അനീഷ് അതിനെ സംബന്ധിച്ച് മറുപടി പറയാനായിട്ട് തയ്യാറാകട്ടെ. ഈ രാജ്യം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. അതിനെ മുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാദേശികമായിട്ടുള്ള ഒരു സഹകരണ ബാങ്ക് 16,000 പ്രാദേശിക വിഷയമല്ല, ഒരു ബാങ്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനീഷ് കുമാർ അത് മറന്നു. ഇവിടുന്ന് തൊട്ടപ്പുറത്തുള്ള ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് നിങ്ങളുടെ പണം തന്നെ നിങ്ങളുടെ അനുയായികൾ അടിച്ചു മാറ്റുന്ന സ്ഥിതി ഉണ്ടായില്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്? 15 കോടി രൂപ എങ്ങോട്ട് പോയി? അനീഷ് കുമാർ ഉൾപ്പെടെ പറയേണ്ടല്ലേ? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ മറ്റേ അനീഷ് കുമാർ നിന്ന് വേർത്തതല്ലേ?
സഖാവ്, കേരള പോലീസ് അന്വേഷിച്ചിട്ട് എന്തായി? കേരളം ഭരിക്കുന്നത് BJP ആണോ? കേരള പോലീസ് ഇത് പണം വെളുപ്പിക്കുന്ന കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിവില്ല എന്ന് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തേണ്ടത് അതിനെ സംബന്ധിച്ചാണ്. കരുവന്നൂരിലേക്കല്ല വരേണ്ടത്, മറിച്ച് ഇതിനെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായില്ലോ. അനീഷ് കുമാറിനെ സംബന്ധിച്ച് മറുപടി പറയാനായിട്ട് അനീഷ് കുമാർ തയ്യാറാകുന്നില്ലല്ലോ. അതിനെ സംബന്ധിച്ചല്ലേ അനീഷ് കുമാർ പറയേണ്ടിയിരുന്നത്? ഇതിപ്പോൾ കരുവന്നൂരിൽ മാത്രം ചുറ്റിത്തിരിയുന്നതായിട്ട് സമീപനം സ്വീകരിക്കുന്നത് എത്ര ലജ്ജാകരമായിട്ടുള്ള നടപടിയാണ്. നിങ്ങൾ ഈ നാട്ടിലത്തെ കാര്യങ്ങൾ സംസാരിക്കൂ. നാട്ടിൽ ഈ ദേശീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകൂ. കേവലം ഒരു ചെറിയ വിഷയത്തിൽ നാട്ടിൽ നടക്കുന്ന കൊള്ള തന്നെയാണ് ആദ്യം, അതിലാണ് തുടങ്ങിയത്. ഇലക്ട്രൽ ബോണ്ടുമായി സമീപനമാണ്. നിങ്ങൾ കുഴൽപ്പണത്തിന്റെ കേസ് നിങ്ങൾ പറഞ്ഞല്ലോ. അത് പറയുമ്പോൾ കൂടി കേൾക്കുമ്പോൾ കൈയടിക്കാനായിട്ട് തയ്യാറാണ്. സുധീഷ് ഒറ്റക്കാര്യം, ഇലക്ട്രൽ ബോണ്ട് കണക്ക് വന്നല്ലോ. ഇലക്ട്രൽ ബോണ്ട് കണക്ക് വന്നല്ലോ. ഇവിടെ ഒറ്റ കാര്യം, CMRL കൊടുത്ത പണം, അതിൽ പലരുടെയും പേര് PV, PK, OC എന്നൊക്കെ RC ഒക്കെ ഉണ്ട്. ഇവരെത്ര വാങ്ങിയെന്ന് അല്ലെങ്കിൽ ഇവർക്ക് എത്ര കിട്ടിയെന്ന് പറയാനുള്ള ആർജവം ഉണ്ടോ താങ്കൾക്കുണ്ടോ? എത്ര വാങ്ങി? CMRL നിന്ന് എത്ര വാങ്ങി? ഇപ്പം നോക്കൂലല്ല ഞാൻ ചോദിച്ചത്. അത് വാങ്ങിയത് അത് കണക്കുണ്ട്. 1,75,00,000 രൂപ അതിന് കണക്കുണ്ട്. അല്ലാതെ കൈപ്പറ്റിയത് PV എന്ന് പറഞ്ഞാൽ ഞാനല്ല എന്ന് PV പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യത്തിലും സുതാര്യത പുലർത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ എത്ര കിട്ടി CMRL നിന്ന്? ഇത്രയും കാലമായിട്ട് നിങ്ങൾ എത്ര വാങ്ങി? അല്ല, ഇപ്പൊ PV എന്ന് പറയുന്നത് പത്മജ വേണുഗോപാലാണെന്നുള്ള ഒരു അഭ്യൂഹം ഇപ്പൊ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, അനിൽ നമ്പ്യാറിനെ അറിയാലോ. അപ്പൊ PVയുടെ മകളാണോ വീണ? ഈ പത്മജ വേണുഗോപാലിന്റെ മകളാണോ വീണ? PV എന്ന് പറയുന്നത് നിങ്ങളുടെ പത്മജ വേണുഗോപാലാണ് എന്നുള്ള രീതിയിലാണ്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ അറിയാവുന്നവർ അതിനെ സംബന്ധിച്ച് പറയാ. എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ല, ഇലക്ട്രൽ ബോണ്ട് ശരിയല്ല, മാസപ്പടിയാക്കണം. ഇലക്ട്രൽ ബോണ്ട് ശരിയല്ല, മാസപ്പടി. ശരി, അടുത്ത ചോദ്യം. ഇവിടെ പോളണ്ടിനെ കുറിച്ച് ആരും സംസാരിക്കണെന്ന് പറയണേ. നാട്ടിലെ വികസന കാര്യങ്ങളും നാട്ടിന്റെ കാര്യങ്ങളാണ് ആൾക്കാർ ചോദിക്കുക. അതല്ലാതെ കണ്ട് നിങ്ങളുടെ റഷ്യയും പോളണ്ടിനെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. നാടിന്റെ വിഷയങ്ങൾ ഇവിടെ ചോദിക്കും. അതിന് മറുപടി പറയാൻ കഴിവുള്ളവർ മാത്രം ആ സ്ഥാനത്ത് വന്നിരിക്കുക. നാടിന്റെ വിഷയം നാട്ടുകാർ ചോദിക്കും, അതിന് പറയാൻ കഴിവുള്ളവർ ഇവിടെ വന്നിരിക്കുക. ഇവിടെ കൂടൽമാണിക്യം ഇതിന്റെ മതില് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ സുധീഷ് ഞാൻ പറയട്ടെ. അതെ, കൂടൽമാണിക്യം ക്ഷേത്രത്തില് 10 കോടി രൂപ നിങ്ങൾ മതിൽ കെട്ടാൻ അനുവദിച്ചു എന്ന് അരുണ മാഷ് നാടായ നാട് മുഴുവൻ ഇവിടെ ഫ്ലക്സ് വെച്ച് നടന്നു ഇല്ലേ? അത് കഴിഞ്ഞു, അരുണ മാഷ് പോയി, പശുവും ചത്തും ഓരോ പുളിയും കഴിഞ്ഞു. അത് കഴിഞ്ഞു അടുത്ത വന്നു ബിന്ദു മന്ത്രി. ഞങ്ങളൊക്കെ സമപ്രായക്കാരാ, അതുകൊണ്ടാണ് ബിന്ദു മന്ത്രി എന്ന് വിളിച്ചേ. ബിന്ദു മന്ത്രി വന്നു ഒരു 5 കോടി രൂപ കൊടുത്തു. എവിടെ പോയി? ഇപ്പൊ തകരപ്പാട്ട വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയുടെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തെ. ആ ക്ഷേത്രത്തെയാണ് നിങ്ങൾ അവഹേളിച്ചിരിക്കുന്നത്. നിങ്ങൾ വലിയ ഫ്ലക്സ് വെച്ചു. എന്ത് വികസനമാണ് നിങ്ങൾ നാട്ടിൽ നടത്തിയേക്കണത്? ഒരു വികസനവും നടത്തിയിട്ടില്ല. ജനങ്ങളെ പറ്റിച്ചു. പെൻഷൻ പോലും കൊടുക്കണില്ല. ഇപ്പൊ മിണ്ടരുത്. ഈ നാടിന്റെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ മിണ്ടരുത്. നിങ്ങൾ അതല്ലേ പറയുന്നത്? മറുപടി ഉണ്ടോ? ഈ നാട്ടിൽ തന്നെയല്ലേ സുഹൃത്തെ ജീവിക്കുന്നത്? അതെ, നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കുന്നത്. പെൻഷൻ ഇപ്പൊ 3 ഗഡു കേരള ഗവൺമെന്റ് ഇപ്പൊ പെൻഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 3 ഗഡു ഈ കേരള ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പെൻഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ട് എന്തെങ്കിലും അർഹതയുണ്ടോ? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം ഈ കേരള സംസ്ഥാനമാണ്. ഇവിടെ 62 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ സാമൂഹ്യക്ഷേമ രംഗത്ത്
ഇടപെടുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ഈ കേരളമല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഗവൺമെന്റ് ഉണ്ട്? BJPയുടെ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ നിരവധി ഗവൺമെന്റുകളുണ്ടല്ലോ. ആ ഗവൺമെന്റുകൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ അത്രമാത്രം പെൻഷൻ പദ്ധതിയും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. പിന്നെ ബിന്ദു മന്ത്രിയും അതുപോലെ തന്നെ അരുണൻ മാഷും എല്ലാം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നടപ്പിലാക്കും. അതിൽ നിങ്ങളുടെ സുഹൃത്ത് യാതൊരുവിധ വിഷമവും വേണ്ട. ഈ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടി, ആ മതിൽ പണി ഉടനെ തന്നെ പണിയും. അത് കാണാനുള്ള ഭാഗ്യം താങ്കൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല കേട്ടോ. ശരി ഓക്കെ യെസ് പറയൂ. പറയട്ടെ, അതേ പറയട്ടെ. ഹലോ പറയട്ടെ എന്ന് ചോദ്യം അദ്ദേഹത്തിന് പറയാനുണ്ട്. ഓക്കെ. അല്ലാന്ന് ഇവിടെ 3 മുന്നണിയുടെയും പ്രതിനിധികളുണ്ട് ഇല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യങ്ങളാവാം. ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ടാണ് ഞങ്ങൾക്ക് അറിവുള്ള ഇത് വെച്ച് ഞാൻ അങ്ങനെ വന്നത്. ഇവിടെ എന്തായാലും അനീഷിൻ്റെ സംസാരം, ഞാൻ അനീഷിന് വളരെ സ്നേഹമുണ്ട്, ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാവും. വായെടുത്താൽ മോദിജി പറയുന്ന അഴിമതി ഇല്ലാത്തൊരു പാർട്ടി. പക്ഷെ അനീഷ് ഇവിടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ 19 സംസ്ഥാനം ഭരിക്കണു, മഹാഭൂരിപക്ഷത്തോടെ കേന്ദ്രം ഭരിക്കണു. അപ്പോൾ ഇലക്ട്രൽ ബോർഡല്ല, ഏത് അഴിമതിയും ആ അളവ് അനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിൽ താഴെയുള്ളവർക്ക് അത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അതത്ര ഉചിതമായിട്ടുള്ളൊരു മറുപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെങ്കിൽ കോൺഗ്രസിന് കിട്ടിയ 1000 കോടി പറയാം. ഇവരിപ്പോ ഇത്ര സമയം കൊടുത്തില്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് 10 വർഷമായിട്ട് കേന്ദ്രത്തിൽ അധികാരത്തിലില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നു. 7.5 വർഷമായിട്ട് കേരളത്തിലും ഇല്ല. ഇവിടെ ഇപ്പം എന്താ നടക്കുന്നത്? രാജ്യത്ത് മുഴുവൻ BJP ഒഴികെയുള്ളിടത്തൊക്കെ ED, NIA തുടങ്ങിയ മുഴുവൻ CBI എല്ലാവരും ഓടി നടക്കുക. ആ ഓടി നടക്കുന്ന അവർ പ്രതിയാക്കപ്പെട്ട കേസെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, കണ്ടെത്തുന്നിടത്തുനിന്നാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബോണ്ടിലേക്ക് പൈസ വന്നിരിക്കുന്നത്. നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ ഒരുപാട് തർക്കിക്കാനും ഈ ഒരു രീതിയിലൊന്നും പോകുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, അനീഷ് പറഞ്ഞ ആ ഒരു മറുപടി ഉണ്ടല്ലോ, 19 സംസ്ഥാനം ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നു, അപ്പം ഞങ്ങൾക്ക് കുറേ പണം കിട്ടും, ഞാനത് 100% ശിരസ വഹിക്കുക ഉണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. ഇദ്ദേഹത്തിൻ്റെ മറുപടിയും ഉചിതമല്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു 10 വർഷം കോൺഗ്രസ് അധികാരത്തിലില്ല. നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചോ. 7.5 വർഷമായിട്ട് കേരളത്തിലും ഇല്ല. പക്ഷെ ഈ 2 വിഭാഗക്കാരും ഒരു കൂട്ടർ ഡൽഹിയുടെ എല്ലാ ഫോഴ്സും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തട്ടിപ്പെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെയാണെങ്കിൽ അത് മാതൃകയാക്കിക്കൊണ്ട് 7.5 വർഷമായിട്ട് എങ്ങനെ ഹോംവർക്ക് ചെയ്യുക, IASകാരെടുത്ത് ചെയ്യുക, എങ്ങനെ വെട്ടിപ്പ് നടത്താം, എങ്ങനെ. അതിൽ ലോക്കൽ സഖാക്കൾ ചെയ്തൊരു വെട്ടിപ്പാണ് ഈ കരുവന്നൂര്. ഇത് ഇത്ര അപരാധമാവോ എന്ന് ചോദിച്ചാൽ അവിടെയും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ പ്രതിബദ്ധതയെ കുറിച്ച് പറയുന്ന ആളുകൾ, ഈ കരുവന്നൂർ അന്വേഷണം നടന്ന് എത്രയോ നാളുകളായിട്ട് സംസ്ഥാന പോലീസിന്റെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലുള്ള ഏജൻസികളും കേന്ദ്രത്തിലുള്ള ഏജൻസികളും ഒരുപാട് പേരെ മാറി 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 ചോദ്യം ചെയ്യുന്നു. സൗകര്യത്തിനൊക്കെ ചോദ്യം ചെയ്യുന്നു, വിട്ടയക്കുന്നു, ചോദ്യം ചെയ്യുന്നു. 2 ദിവസം മുമ്പല്ലേ വളരെ പ്രതിബദ്ധനായിട്ടുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ട്. എത്ര സത്യസന്ധമായിട്ട് പോകുന്ന ഒരു അഴിമതിക്കെതിരെ അന്വേഷണം നടത്തുന്ന ആളുകൾ എവിടെ എത്തി? എനിക്ക് തോന്നുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസികളും കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസികളും ഒക്കെ ഒരേ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബായി സംവിധാനം അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. നമ്മളൊക്കെ പത്രം വായിക്കുമ്പോൾ അവനെ ചോദ്യം ചെയ്തു, ഇവനെ ചോദ്യം ചെയ്തു, ഇവനെ 8 ദിവസം ചോദ്യം ചെയ്തു, കാലത്ത് 7 മണിക്കെത്തി, രാത്രി 9:30 വരെ വെള്ളം കുടിച്ചില്ല, അങ്ങനെ നിരന്തരമായി ചോദ്യം ചെയ്യുന്നു. പക്ഷേ കേരളീയ സമൂഹത്തിന് വേണ്ടി കൊണ്ട് ഞാൻ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടക്കാർക്ക് വേണ്ടി ചോദിക്കുക, സംസ്ഥാന ഏജൻസി എന്താ കണ്ടെത്തിയത്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏജൻസികൾ പോട്ടെ, അവരതിൽ പ്രതികളായതുകൊണ്ട് കക്ഷികളായതുകൊണ്ട് അവരെ ഒന്ന് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഞാൻ മാറ്റി നിർത്തുക.
കേന്ദ്ര ഏജൻസി എന്ത് ചെയ്ത്, ആരെന്ത് നടപടി, എന്താ, എല്ലാ ദിവസവും അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ദേവൻ രാമചന്ദ്രന് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിക്കേണ്ടി വരുമോ? ഓക്കെ, അനീഷ് ഒരു മറുപടി അതിന്. കേന്ദ്ര ഏജൻസികൾ എന്ത് കണ്ടെത്തി? അല്ല, ഈ ഇദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കന്മാർ തന്നെയാണ് ഇഡിയുടെ അന്വേഷണം വളരെ കൃത്യമായിട്ടാണ് അനിൽ നമ്പ്യാര് ചോദ്യം ചോദിക്കുമ്പോ നമ്മുടെ കൊടകര കുഴൽപ്പണ കേസും കൂടി അതിനുള്ള മറുപടിയും കൂടിയും പറയാം. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ് ചാനൽ ചർച്ചയിൽ വന്നിരുന്നത് അന്വേഷണം ശരിയായിട്ടുള്ള ദിശയിലേക്കാണ് പോകുന്നത്, കൃത്യമായിട്ടുള്ള ആളുകളെ തന്നെയാണ് പിടിച്ചത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ നേതാക്കന്മാരാണ്. നിങ്ങൾ തന്നെ അതിന് തള്ളി പറയുന്നുണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ ഇപ്പോ KSUക്കാര് നാട് നീളെ തല്ലുകൊള്ളുന്നുണ്ട്, അടികൊള്ളുന്നുണ്ട്. എന്തിനാണെന്നറിയോ? കേന്ദ്ര ഏജൻസി CBI അന്വേഷിക്കണം, സിദ്ധാർത്ഥിന്റെ മരണം CBI അന്വേഷിക്കണം. നിങ്ങൾക്ക് CBI വിശ്വാസമില്ലെങ്കിൽ, കേന്ദ്ര സർക്കാരിൽ വിശ്വാസമില്ലെങ്കിൽ, കേന്ദ്ര ഏജൻസികളിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തുന്നത്? നിങ്ങൾ അത് തുറന്നു പറ. ഇനി കൊടകര വിഷയമാണെങ്കിൽ ഈ കൊടകര കേസിൽ നിങ്ങളുടെ പോലീസല്ലേ അന്വേഷിച്ചത്? നിങ്ങൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയല്ലോ. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര്, SP, DYSP, വലിയ സംഘം ഒരു 6 മാസക്കാലം തുടർച്ചയായിട്ട് അന്വേഷണം നടത്തി. ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ എന്തേ നിങ്ങളുടെ പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തില്ല? ഞങ്ങളുടെ രോമത്തിൽ തൊടാൻ നിങ്ങളുടെ പോലീസിന് സാധിച്ചില്ല എങ്കിൽ ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന് പിണറായി വിജയന്റെ പോലീസ് സർട്ടിഫൈ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ പിണറായി വിജയൻ ഒന്നിനും കൊള്ളില്ല, ആഭ്യന്തരമന്ത്രി പരാജയമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം. കേരളം ഭരിക്കുന്ന BJP അല്ല, കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ്. ആ പിണറായി വിജയന്റെ നാട്ടിൽ, ഈ കേരളത്തിൽ BJPക്കാര് ഒരു ഹൈവേ റോബറി നടത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പിണറായി വിജയന് കഴിവുണ്ടായില്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ. അപ്പോ ആ വർത്താനം പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ ധാർമ്മികതയില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇനി ഇലക്ട്രൽ ബോണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. 19 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടിയാണ്. രാജ്യത്തെ ഏറ്റവും കരുത്തുള്ള പ്രസ്ഥാനമാണ്. സ്വാഭാവികമായി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിക്കുന്ന മാർഗമാണ്. അത് ബാങ്കിൽ കൂടിയാണ്, സുതാര്യമായിട്ടുള്ള മാർഗമാണ്. ആരൊക്കെ സംഭാവന നൽകുന്നു എന്ന് അറിയാൻ വേണ്ടി സാധിക്കും, അല്ലാതെ മാസപ്പടി പരിപാടിയല്ല. ഇത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് സുതാര്യമാണ്. ഞങ്ങൾ കൃത്യമായി ഇന്ന ആളുകളിൽ നിന്ന് ഇത്ര കോടി രൂപ ലഭിച്ചു, കൃത്യമായിട്ട് കണക്കുണ്ട്. അത് BJP സ്വീകരിച്ച പണം തന്നെയാണ്, ഒരു തർക്കവുമില്ല. ഞങ്ങൾക്ക് 6000 കോടി കിട്ടിയെങ്കിൽ വെറും 52 സീറ്റുള്ള കോൺഗ്രസ്, ആകെ 2 സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ്, ഇവർക്ക് 1400 കോടി കിട്ടി. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കാശിന് ഗുണമില്ലാത്ത കോൺഗ്രസിന് 1400 കോടി രൂപ കിട്ടിയെങ്കിൽ ഈ രാജ്യത്തെ ഇത്രയും വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങൾ സംഭാവന നൽകിയെങ്കിൽ അതിൽ എന്താണ് തെറ്റ് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അനീഷ് പറഞ്ഞതിനോട് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ട് വളരെ സുതാര്യമാണ് എന്നാണ് ഇപ്പോൾ അനീഷ് പറഞ്ഞത്. അത് ഒരു അസാമാന്യമായിട്ടുള്ള തുലിക്കെട്ട് തന്നെയാണ്. ഇവിടെ സുപ്രീം കോടതി വളരെ ശക്തമായി ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറായത് എന്ന് നമ്മൾ ഈ പത്രങ്ങളിലൂടെ മുഴുവൻ കണ്ടതാണ്. ഇപ്പോഴും അതിലെ മുഴുവൻ വിവരങ്ങളും വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഈ പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആർക്ക് കൊടുത്തു, ഏത് പാർട്ടി അത് സ്വീകരിച്ചു എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടതില്ല. വിവരാവകാശ നിയമത്തിന്റെ ഭാഗമായിട്ട് അത് മാറേണ്ടതില്ല എന്ന് നമ്മുടെ പാർലമെന്റിൽ ഒരു മണി ബില്ലായിട്ട് അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണ്. അങ്ങനെ വളരെ സൂത്രത്തിൽ ഈ ഇന്ത്യ രാജ്യത്ത് കോർപ്പറേറ്റുകളിൽ നിന്നും വളഞ്ഞ വഴിക്ക് പണം ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ BJP ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണിത്. അത് സുപ്രീം കോടതിയാണ് അത് പൊളിച്ചു കൊടുത്തത്. എന്നിട്ടാണ് അനീഷ് കുമാർ ഇവിടെ പറയുന്നത് വളരെ സുതാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സുപ്രീം കോടതി 2 തവണ വളരെ ശക്തമായി ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ആർക്ക് കൊടുത്തു എന്നുള്ളത് ഇപ്പോഴും വെളിവാക്കിയിട്ടില്ല. ആർക്കും, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക്, ഏത് കോർപ്പറേറ്റ്, ഏത് സ്വകാര്യ മുതലാളി കൊടുത്തു എന്നുള്ളത് ഇപ്പോഴും കണക്കുകൾ വ്യക്തമാക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ടാണ് അനീഷ് കുമാർ പറയുന്നത് വളരെ സുതാര്യം എന്ന് പറയുന്നത്. ഇത് പച്ച നുണ ഇവിടെ ഈ നാട്ടുകാരുടെ മുന്നിൽ അടിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് മറ്റേ അനീഷിന് യാതൊരുവിധ നാണവുമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കുവാൻ. ചോദ്യം ചോദിക്കട്ടെ ഇടതുപക്ഷത്തിന് പ്രതിനിധിയോട്.
ഞങ്ങൾ സംഭാവന പക്ഷം പണം സ്വീകരിക്കില്ല എന്ന് വളരെ നേരത്തെ തന്നെ പറഞ്ഞാണ്. അത് ഞങ്ങളുടെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ്. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു പോളിസി സ്വീകരിക്കുവാനായിട്ട് തയ്യാറായിട്ടുള്ളത് CPM-ഉം അതുപോലെ തന്നെ CPI എന്ന് പറയുന്ന പാർട്ടിയാണ്. CPM അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. സുപ്രീം കോടതിയിൽ കേസ് പോവുകയും ചെയ്ത പാർട്ടിയാണ്. കോടികളുടെ ആസ്തി എങ്ങനെ വന്നത് സഖാവേ? കോടികളുടെ ആസ്തിയാണ്. അതാണ് ഞാൻ നാട്ടിൽ നിന്ന് ഞങ്ങൾ പിരിച്ചുണ്ടാക്കിയതാണ്. അല്ല അനിൽ നമ്പേരെ, അത് ഞങ്ങൾ നാട്ടിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയ കാശ്. ഞങ്ങള് കാശ് പിരിച്ചുണ്ടാക്കിയാണ് ഈ ആസ്തി മുഴുവൻ ഞങ്ങൾ ഉണ്ടാക്കിയത്. അല്ലാതെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ മൂട് താങ്ങിയിട്ടല്ല എന്നുള്ളത് അനിൽ നമ്പ്യാരിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാം. നമ്മുടെ കർത്ത കൊടുത്തതോ അതേ കോർപ്പറേറ്റ് അല്ലേ കർത്ത കൊടുത്തത്? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഈ രാജ്യത്തെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. BJP സ്വീകരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്, DMK സ്വീകരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് 1600 കോടി രൂപ സ്വീകരിച്ചിട്ടുണ്ട്. ആകെ സ്വീകരിക്കാത്ത ഒരു പാർട്ടി CPM ആണ്. ഈ CPM-ന്റെ എത്ര രൂപ കിട്ടിയെന്ന് എന്താണ് നിങ്ങൾ കണക്ക് പുറത്തുവിടാത്തത്? നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴിയല്ല പിരിച്ചിട്ടുള്ളെങ്കിൽ ഞങ്ങൾ ഇത്ര കോടി രൂപ സംഭാവന സ്വീകരിച്ചു, എവിടെ കണക്ക്? ഇതല്ലേ കള്ളത്തരം എന്ന് പറയുന്നത്? ഞങ്ങൾ സ്വീകരിച്ചതിന് കണക്കുണ്ട്, നിങ്ങൾ സ്വീകരിച്ചതിന്റെ കണക്ക് എവിടെ? ഇതുവരെ പാർട്ടികളാണ്, മനസ്സിലായോ? എല്ലാ വർഷവും കൃത്യമായിട്ടുള്ള കണക്ക് ബോധിപ്പിക്കുന്ന പാർട്ടികളാണ് CPI-ഉം, മനസ്സിലായോ? ഇത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് വേറെ സംവിധാനമാണ്. ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ നിങ്ങൾ അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ നിങ്ങൾ പണം തട്ടിച്ചെടുത്തത്. എന്താണ് ED-യും അതുപോലെ തന്നെ ഇൻകം ടാക്സും CBI ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ വിട്ടുകൊണ്ട് പേടിപ്പിച്ചിട്ടാണ് കൊട്ടേഷൻ ടീമാക്കി മാറ്റിക്കൊണ്ടാണ് ഈ സംഖ്യ നിങ്ങളുടെ ഖജനാവിലേക്ക് വന്നിട്ടുള്ളതെന്ന് ഈ നാട്ടിലെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതല്ലേ? ആ വസ്തുത നിങ്ങൾക്ക് മറച്ചു വയ്ക്കുവാനായിട്ട് കഴിയുമോ? കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്ത ഇടവേള ഉടൻ തിരിച്ചെത്താം.